ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. നമ്മളുടെ റോഡ് ട്രിപ്പിലെ വിശേഷങ്ങളാണ് തുടരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മ്യൂണിക്കിൽ നിന്ന് ഒരു കാർ റെൻ്റ് എടുത്തിട്ട് റോഡ് ട്രിപ്പ് നടത്തുകയാണെന്ന്. കൂടെ എൻ്റെ അനിയത്തിയും ഫാമിലിയും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റിൽ കാണിച്ചിരുന്ന പാലസിൽ ഞങ്ങൾ പോകാനിടയായത് ഞങ്ങൾ ഇൻസ്ബ്രക്കിലേക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കണ്ട സൈൻ ബോർഡാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസ്ബ്രക്കിലേക്ക് പോകുന്ന കാഴ്ചകളും പിന്നെ ഇൻസ്ബ്രക്കിലെ വിശേഷങ്ങളും ഒക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇൻസ്ബ്രക്ക് ഒരു മൗണ്ടൻ വില്ലേജ് എന്നാണ്. ഇൻസ്ബ്രക്ക് ഒരു വില്ലേജ് അല്ല, സിറ്റിയാണ്. പിന്നെ ഞാൻ ഇൻസ്ബ്രക്കിനെ പ്രൊനൗൺസ് ചെയ്തിരുന്നത് ഇന്നസ്ബ്രക്ക് എന്നായിരുന്നു. അപ്പോൾ ഈ രണ്ട് തെറ്റുകളും ഞാൻ തിരുത്താണ് ഈ വീഡിയോയിൽ. ഇൻസ്ബ്രക്ക് ഓസ്ട്രിയയിലെ ഒരു സിറ്റിയാണ്. അപ്പോൾ നിങ്ങളിൽ ചിലർ വിചാരിക്കുന്നുണ്ടാവും ജർമ്മനിയിൽ വന്നിട്ട് എന്തിനാ പിന്നെയും ഓസ്ട്രിയയിലേക്ക് പോകുന്നതെന്ന്. അതെ, മ്യൂണിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ സാൽസ്ബർഗിൽ ഉണ്ടായിരുന്നു. സാൽസ്ബർഗിൽ നിന്നാണ് നമ്മൾ ഹാൾസ്റ്റാറ്റിലേക്കൊക്കെ പോയത്. അവിടെ നിന്ന് തന്നെ ഇൻസ്ബ്രക്കിലേക്കും പോകാമായിരുന്നു. 2.5 മണിക്കൂറത്തെ യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇൻസ്ബ്രക്ക് സത്യത്തിൽ ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മ്യൂണിക്കിൽ നിന്ന് കാർ റെൻ്റ് എടുത്തിട്ട് ബവേറിയൻ റീജിയനിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണണമെന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ലേക്കുകളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ ലേക്കുകൾ കാണണമെന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. എക്സാമ്പിളായിട്ട് കൊനിക്സി, ഒബേഴ്സി, ഈബ്സി അങ്ങനെ പറഞ്ഞിട്ട് കുറേ ലേക്കുകളുണ്ട് ഈ ബവേറിയൻ റീജിയനിൽ. പിന്നെ ബവേറിയൻ റീജിയനിലെ ആൽപ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ തോന്നി മക്കൾക്കതൊരു ബോറിംഗ് ആയിരിക്കുമായിരുന്നു. എവിടെയെങ്കിലും ഒരു സിറ്റിയിലോ വില്ലേജിലൊക്കെ പോയിട്ട് അവിടെ നടക്കുന്നതും അവിടെ നിന്ന് ഷോപ്പ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുകയെന്ന് തോന്നിയപ്പോഴാണ് അന്ന് രാവിലെ ഇന്ന് പുറപ്പെടുന്ന രാവിലെ ഞങ്ങളുടെ പ്ലാന് മാറ്റിയിട്ട് ഇൻസ്ബ്രക്കിലേക്ക് മാറ്റിയത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇൻസ്റ്റഗ്രാം റീലും യൂട്യൂബ് ഷോർട്സൊക്കെ ഇൻസ്ബ്രക്കിലെ കാഴ്ചകളിലേക്ക് തന്നെയായിരുന്നു ഞങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെയുള്ള റീൽസും ഷോർട്സൊക്കെയാണ് നമ്മളെ ഇൻസ്ബ്രക്കിലേക്ക് പോകാൻ ഇടയാക്കിയ മറ്റൊരു കാരണം. മ്യൂണിക്കിൽ നിന്ന് ഇൻസ്ബ്രക്കിലെത്താൻ ഏകദേശം 2.5 മണിക്കൂർ എത്തും. ഗൂഗിൾ പറയുന്ന സമയം 2 മണിക്കൂർ 20 മിനിറ്റ് എന്നാണ്. ഏകദേശം അത്രയും സമയം തന്നെയാണ് സാൽസ്ബർഗിൽ നിന്ന് ഇൻസ്ബ്രക്കിലേക്ക് എടുക്കുക. ഇത് ഗൂഗിൾ പറയുന്ന സമയമാണ്. നമ്മളുടെ ഡ്രൈവിങ്ങിനനുസരിച്ചിരിക്കും നമ്മൾ എത്ര മണിക്കൂറിനുള്ളിൽ അവിടെ എത്തുന്നു എന്നുള്ള കാര്യം. ഞങ്ങൾ ഇൻസ്ബ്രക്കിലേക്ക് പോകുന്ന വഴിക്ക് ലിൻഡർഹോഫ് പാലസ് കാണാനായിട്ട് പോയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇൻസ്ബ്രക്കിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് വഴിയൊന്ന് കൺഫ്യൂഷനായപ്പോൾ ഞങ്ങൾ കുറച്ച് കറങ്ങേണ്ടി വന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ഇൻസ്ബ്രക്കിലേക്ക് എത്തി. അവിടുന്ന് പാർക്കിംഗ് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. ഞങ്ങളെ ഈ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇനിഷാദും അനിയത്തിയുടെ ഹസ്ബൻഡും പാർക്കിംഗ് പ്ലേസ് അന്വേഷിച്ചിട്ട് പോയി. ആ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് നടന്നു. ഈ ഒരു ഏരിയ ആണ് ഇൻസ്ബ്രക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണുന്ന കളർഫുൾ ബിൽഡിങ്സ് ഒക്കെ ഉള്ള ആ ഏരിയ. ദൂരെ മലനിരകളൊക്കെ കാണാമായിരുന്നു. നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയായിരുന്നു അത്. അവരെവിടെയാണ് പാർക്ക് ചെയ്യാൻ പോയതെന്ന് അറിയാത്തത് കൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ തന്നെ കറങ്ങി നടന്നു. ഞങ്ങൾ നടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു റിവർ ഉണ്ടായിരുന്നു. ഇൻ എന്നാണ് ആ റിവറിൻ്റെ പേര്. ബ്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇൻസ്ബ്രക്ക് എന്ന് പറഞ്ഞ വേർഡ് വന്നിരിക്കുന്നത് ഇൻ റിവറിലെ ബ്രിഡ്ജുള്ള സ്ഥലം എന്ന നിലയിലാണ് ഇൻസ്ബ്രക്ക് എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത്. ഇന്നും ബ്രക്ക് എന്ന് പറഞ്ഞ 2 വേർഡും ജർമ്മൻ വേർഡാണ്. ഇൻ എന്ന് പറയുന്നത് റിവറാണ്, ബ്രക്ക് എന്ന് പറയുന്നത് ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് എത്തുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. അവിടെയാണ് അവർ കാറ് പാർക്ക് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. ബ്രിഡ്ജിലൂടെ നടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ബ്രിഡ്ജ് കടന്ന് ആ സൈഡിൽ എത്തുമ്പോഴാണ് കളർഫുൾ ബിൽഡിങ് കാണാൻ കുറച്ചുകൂടെ ഭംഗിയെന്ന് തോന്നി. ദൂരെന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നി. ഇൻസ്ബ്രക്കിൻ്റെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കായ ഗോൾഡൻ റൂഫ് കാണാനായിട്ടാണ് പിന്നീട് ഞങ്ങൾ നടന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ അത് കാണാനായിട്ട് നടന്നു. അങ്ങോട്ടേക്ക് നടക്കുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെയാണ്. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നടക്കാം. ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ 2 സൈഡിലും കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിരുന്നു കാണാൻ പറ്റുന്നത്.
അപ്പോൾ മക്കൾ പറയുന്നുണ്ടായിരുന്നു വിശക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്നൊക്കെ. ഞങ്ങൾക്ക് തോന്നി ഭക്ഷണം കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും കാണലുണ്ടാവില്ല, ലേറ്റായി പോവും, അതുകൊണ്ട് കണ്ടിട്ട് വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ആ ഗോൾഡൻ റൂഫിന് മുന്നിലായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നതിൻ്റെ പിന്നിൽ കാണുന്ന ആ ഭാഗമാണ് ഗോൾഡൻ റൂഫ്. ഒരു ബാൽക്കണീൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളർ കാണുന്നില്ലേ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോൾഡൻ റൂഫ്. ആ ഗോൾഡൻ റൂഫുമ്മൽ 2657 ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ ടൈൽസ് പതിപ്പിച്ചിട്ടുണ്ട്. മാക്സിമിലിയൻ ഒന്നാമൻ ചക്രവർത്തി ബിയാങ്ക മരിയാസ് ഫോസുമായുള്ള തൻ്റെ വിവാഹത്തെ അടയാളപ്പെടുത്തുന്നതിനായിട്ട് 1500 പൂർത്തിയാക്കിയതാണ് ആ ഗോൾഡൻ റൂഫ്. താഴെയുള്ള സ്ക്വയറിൽ നടന്നിരുന്ന ഉത്സവങ്ങളും ടൂർണമെൻറ്റുകളും മറ്റു പരിപാടികളൊക്കെ ചക്രവർത്തിയുടെ ഭാര്യ കണ്ടിരുന്നത് ആ ബാൽക്കണിയിൽ വെച്ചിട്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നടന്നത് ഇൻസ്ബ്രക്കിലുള്ള ഹോഫ്ബർഗ് പാലസിൻ്റെ അടുത്തേക്കാണ്. ഇൻസ്ബ്രക്കിലുള്ള ഹോഫ്ബർഗ് പാലസ് എന്ന് എടുത്തു പറയാൻ കാരണം വിയന്നയിലൊരു ഹോഫ്ബർഗ് പാലസ് ഉണ്ട്, അതൊരു വലിയ പാലസാണ്. ഇൻസ്ബർഗിൽ അങ്ങനെ അത്ര വിപുലമായിട്ടുള്ള ഒന്നല്ല. നമ്മളിപ്പോൾ ഹോഫ്ബർഗ് പാലസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഉള്ളിലൊന്നും കയറാൻ നിന്നിട്ടില്ല, നമ്മൾക്ക് ഇവിടെ മാക്സിമം കണ്ടു തീർക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നു. ഇവിടെ ഒരു കേബിൾ കാറുള്ള സ്ഥലമുണ്ട്, അവിടേക്കാണ് ഞങ്ങൾ പിന്നെ പോയത്. ഇൻസ്ബർഗിലെ ഹയ്യസ്റ്റ് പോയിന്റിലേക്കാണ് ആ കേബിൾ കാർ പോകുന്നത്. ആദ്യം ഫ്യൂണിക്കുലാറിൽ പോയിട്ട് ഒരു സ്റ്റോപ്പിലിറങ്ങും. ആ സ്റ്റോപ്പിൽ നിന്നാണ് നമ്മൾ കേബിൾ കാർ എടുക്കുന്നത്. ഞങ്ങളിവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്ന സമയത്ത് അവർ പറഞ്ഞു കേബിൾ കാർ റൈഡ് ഇന്ന് ക്യാൻസൽ ആയിട്ടാണ് ഉള്ളത്, കാരണം കാലാവസ്ഥ നല്ലതല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫ്യൂണിക്കുലാറിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്യൂണിക്കുലാറിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ മുകളിലേക്ക് വന്നു. അപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കൂടാതെ ഇടിയും മിന്നലുണ്ടായിരുന്നു. ഈ ഒരു കാലാവസ്ഥ കാരണമാണ് കേബിൾ കാർ റൈഡ് അവർ ക്യാൻസൽ ചെയ്തത്. ഇവിടുന്നാണ് കേബിൾ കാർ റൈഡ് ഉണ്ടായിരുന്നത്. മഴ കാരണം ഈ ഒരു സ്ഥലവും ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, നല്ല ഇടിമിന്നലായിരുന്നു. ഞങ്ങൾ ഇവിടെ കണ്ട ഒരു കഫേ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു ആദ്യം തന്നെ. പിന്നെ അറിഞ്ഞു താഴേക്ക് പോകുന്ന ഫ്യൂണിക്കുലാർ നിർത്തിവെച്ചിരിക്കുകയാണ് മഴ കാരണം. അതുകൊണ്ട് ഞങ്ങൾ 1 മണിക്കൂറോളം അവിടെ വെറുതെ നിൽക്കേണ്ടി വന്നു. മഴ തുറന്നപ്പോൾ ഫ്യൂണിക്കുലാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫ്യൂണിക്കുലാറിൽ കയറിയിട്ട് താഴെ വന്നു. പിന്നെ താഴെ എത്തിയപ്പോൾ വീണ്ടും നല്ല മഴ. ഞങ്ങൾക്ക് കാറിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരു വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ടാക്സി എടുത്തിട്ട് കാർ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോയി. മഴ കാരണം ഞങ്ങൾക്ക് ഇൻസ്ബർഗ് ഉദ്ദേശിച്ച പോലെയൊന്നും കാണാൻ പറ്റിയില്ല. ഇത് തന്നെയായിരുന്നു ഹാൾസ്റ്റാറ്റിൽ പോയപ്പോൾ സംഭവിച്ചത്. മഴ കാരണം ഞങ്ങൾക്ക് പല സ്ഥലങ്ങളും നടന്നു പോയി കാണാൻ സാധിച്ചില്ല. മഴ കാരണം ഇനിയൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ തിരിച്ചു മ്യൂണിക്കിലേക്ക് പുറപ്പെട്ടു. സ്വതവേ ആളുകൾ ഇൻസ്ബ്രക്കിലേക്ക് വരുമ്പോൾ സ്വരോസ്കി ക്രിസ്റ്റൽ വേൾഡൊക്കെ കാണാൻ പോവും. ഞങ്ങൾ ആദ്യം അവിടെ പോകാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ അത് സ്കിപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്ബർഗിൽ വരുമ്പോൾ ആ ഭാഗമൊക്കെ ഇൻക്ലൂഡ് ചെയ്തോളൂ. തിരിച്ചു പോകുമ്പോൾ ഭയപ്പെടുത്തുന്ന നിലയിലുള്ള മഴയും കാറ്റും ഇടിമിന്നലൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു, കാരണം റോഡിലെ കാഴ്ച ഇടയ്ക്കിടയ്ക്ക് മങ്ങി പോകുന്നുണ്ടായിരുന്നു. അനിയത്തിയുടെ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുന്നത് നല്ല ടെൻഷനോടെയായിരുന്നു. 1.5 മണിക്കൂറോളം നല്ല ശക്തമായ മഴയിലൂടെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു സ്ഥലത്ത് എത്തി നോക്കുമ്പോൾ മഴയെ പെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ഒരു ഭാഗത്തെത്തി മഴയൊക്കെ പെട്ടെന്ന് നിന്നു. അങ്ങനെ സേഫായിട്ട് ഞങ്ങൾ മ്യൂണിക്കിലെത്തി. നല്ല രാത്രിയായിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പം. കൃത്യം 11 മണിക്ക് ഞങ്ങളുടെ കാറ് അവർക്ക് തിരിച്ചു നൽകേണ്ടതുണ്ടായിരുന്നു റെൻ്റൽ കമ്പനിക്ക്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൃത്യം 11 മണിക്ക് തന്നെ അവർക്ക് വണ്ടി തിരിച്ചു നൽകി. പിറ്റേ ദിവസമാണ് ഞങ്ങൾ മ്യൂണിക്കിൽ നിന്ന് ദോഹയിലേക്ക് പോകുന്നത്. അതിനായിട്ട് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ എടുത്തിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നത്.
മ്യൂണിക്ക് എയർപോർട്ടിലെ അനുഭവം വളരെ മോശമായിരുന്നു. ആദ്യം തന്നെ ഹാൻഡ് ലഗേജ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് വലിയ ക്യൂ ആയിരുന്നു. അവിടെ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു. ഞങ്ങളുടെ മുന്നിലൊരു ഫാമിലിയും 2 കുഞ്ഞു മക്കളായിരുന്നു. അവരെ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ലേറ്റായി. അവരുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഫുഡ് ഉണ്ടായിരുന്നു അവരുടെ ബാഗിൽ. അതുകൊണ്ട് ഭയങ്കര ചെക്കിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ അടുത്ത് എത്തിയേക്കുമ്പോൾ അവിടെ ഒരു എമിഗ്രേഷൻ ഓഫീസർ മാത്രം. ഞങ്ങളാണെങ്കിൽ ഒരുപാട് പേരും എല്ലാവരും ടെൻഷൻ അടിച്ചു നമ്മളുടെ ഫ്ലൈറ്റ് കിട്ടില്ല എന്ന്. ഞങ്ങളുടെ എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സമയമായിരുന്നു. ഞങ്ങൾ ഓടിയാണ് ഫ്ലൈറ്റിൽ കയറിയത്. ഇപ്പോൾ എടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 4:10 എടുക്കേണ്ട ഫ്ലൈറ്റ് 6:50 എടുത്തത്. എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനുമതി കിട്ടാത്തതായിരുന്നു കാരണം. അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല, എന്നാലും സോറിയൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിമെൻ്ററി സ്നാക്കൊക്കെ തന്നു ഞങ്ങൾക്ക്. അപ്പോൾ നമ്മളുടെ സമ്മറിലെ യൂറോപ്പ് ട്രിപ്പിലെ എല്ലാ വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ യാത്രാവിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.